ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഒഴിച്ചുകറി പരിചയപ്പെടാമേ. ഞൊടിയിടയിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഒഴിച്ചുകറി. ഞങ്ങളുടെ കൊട്ടാരക്കരക്കാർ ഇതിനെ വിളിക്കുന്നത് കൊട്ടാരക്കര പുളി എന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം, ഞൊടിയിടയിൽ തയ്യാറാക്കാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം, ഇതിൽ യാതൊരുവിധ പൊടിവർഗ്ഗങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തുള്ള യാതൊരുവിധ പൊടിവർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നു. നിസ്സാരം കുറച്ച് ചേരുവകൾ മാത്രം മതി ഇത് നമുക്ക് തയ്യാറാക്കാൻ. അതിനായി നമ്മൾ വറുക്കാനുള്ള കടുക്, വറ്റൽമുളക്, കൊച്ചുള്ളി, കറിവേപ്പില, പിന്നെ ഇതിന് മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിയാണ്. വാളംപുളി എന്ന്, പിഴിപുളി എന്നൊക്കെ പറയുന്ന. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് വറുക്കാം. കടുക്, വറ്റൽമുളക്, കൊച്ചുള്ളി, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണമേ. എത്രത്തോളം മൂപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം, കരിയാതിരുന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ വാളംപുളിയുടെ മിശ്രിത, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കറിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ അച്ഛനാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കാർക്കും അത്രയ്ക്ക് അറിവില്ലെങ്കിലും അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുവേ. ഇനി നമുക്ക് ഇത് ചൂടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിനെ ഒന്ന് ഞെവിടിയെടുക്കാമേ. ഇനി ആവശ്യത്തിന് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി ഇതിൻ്റെ രുചിയൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. നല്ല രുചികരമായ, കണ്ടില്ലേ എത്ര ഇൻഗ്രീഡിയൻസ് വേണം? വിരലിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. നന്നായിട്ട് ഒരുപാട് തിളച്ചു പോകരുത്, തിളയ്ക്കാനും പാടില്ല. ഒരു ചെറിയ ചൂടിൽ, എന്നാൽ ഒരുപാട് ചൂടാവാതെ ഇരിക്കാൻ പാടില്ല. ആ ഒരു അളവിൽ നമ്മളിത് തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രുചികരമായ കൊട്ടാരക്കര പുളി തയ്യാറായി. ഒരു തവണ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണേ. എങ്കിൽ മറ്റൊരു വീഡിയോ കാണാം.